നമസ്കാരം. അങ്ങനെ ആ പ്രതീക്ഷയും പൊലിഞ്ഞു. കടമെടുപ്പ് പരിധി കൂട്ടാൻ കേന്ദ്ര ഗവൺമെന്റുമായി കേസ് കൂടിയ സംസ്ഥാന ഗവൺമെന്റിന് തിരിച്ചടിയായി സുപ്രീം കോടതി വിധി പറഞ്ഞു. പണമില്ലെങ്കിൽ പിണം എന്നതാണ് പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ലെന്നും തൽക്കാലം കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിബന്ധന പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 1 വർഷം അധികം കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കിഫ്ബി വഴി എടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ 293 അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട 2 അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഹർജി ഉയർത്തുന്ന 6 ചോദ്യങ്ങളാണ് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. കടമെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തിൽ കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാം എന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. പൊതുകടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും 5 അംഗ ബെഞ്ച് വാദം കേൾക്കും. കൂടുതൽ കടമെടുക്കാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനകം കിട്ടിയെന്ന് 2 അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 13,600 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായി. 5,000 കോടി കൂടി നൽകാം എന്ന വാഗ്ദാനവും കിട്ടി. ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. 1 വർഷം നൽകുന്ന അധിക തുക അടുത്ത വർഷം വെട്ടിക്കുറയ്ക്കാൻ അവകാശമുണ്ടെന്ന കേന്ദ്രവാദവും കോടതി അംഗീകരിച്ചു. പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ആശ്വാസമായെങ്കിലും തൽക്കാലം കൂടുതൽ കടമെടുക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിന് ഉത്തരവ് വൻ തിരിച്ചടിയായി. ഭരണഘടനാ ബെഞ്ചിന്റെ തീർപ്പുണ്ടാകുന്നതുവരെ കടമെടുക്കുന്നതിൽ കേന്ദ്ര നിബന്ധന സംസ്ഥാനത്തിന് അംഗീകരിക്കേണ്ടി വരും. ഖജനാവിൽ പണമില്ലാത്തതിനാൽ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം പോലും മുടങ്ങിയ പശ്ചാത്തലത്തിൽ അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ നിത്യനിദാന ചെലവുകൾ നിവർത്തിക്കാൻ വരെ കയ്യിൽ പണമില്ലെന്ന് വന്നതോടെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. പുതിയ സാമ്പത്തിക വർഷം പിറന്നതോടെ ഈ മാസത്തെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരളം.